ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധ വിക്രമിൻ്റെ വീട്ടിലെത്തുകയും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് മാഷിന് ആ പുസ്തകം കൈമാറുകയും ചെയ്യണേ. ബുക്ക് ഇപ്പോഴാണോ കിട്ടിയത്? അല്ല, 2 ദിവസം മുൻപേ കിട്ടിയതാ. കൊണ്ടുവന്ന് തരാൻ കുറച്ച് വൈകി എന്ന് പറയാട്ടോ രാധ. എന്നിട്ട് രാധയോട് പറയുന്നുണ്ട്, ഈ കഥയിൽ ഒരു കുതിരയുടെ കഥാപാത്രമുണ്ട്. ബോക്സർ എന്നല്ല അച്ഛാ, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറയാട്ടോ വിനയൻ. ആ കുതിര എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അത് അയാൾക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ മാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഐ വിൽ വർക്ക് ഹാർഡ്, ഞാൻ ഇനിയും കഠിനമായി അധ്വാനിക്കും, അല്ലാതെ ചടഞ്ഞിരുന്ന് വേര് പിടിക്കുമെന്നല്ല എന്ന് പറയുമ്പോൾ വിനയൻ ആകെ ചടച്ചു പോവാണ് കേട്ടോ. ആ കുതിരയുടെ അവസ്ഥയാണ് എനിക്ക് ഈ വീട്ടിലിപ്പോൾ. പണിയെടുത്ത് കുതിര വീഴുമ്പോൾ അവർ ആ കുതിരയെ വിറ്റ പോലെ എൻ്റെ ശവത്തെ ആരും വിൽക്കാതിരുന്നാൽ മതി എന്ന് പറയാട്ടോ സങ്കടത്തോടെ മാഷ്. എന്നിട്ട് എന്തായാലും നീ ബുക്ക് കൊണ്ടുവന്നല്ലോ, ഡാൻസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാഷങ്ങ് ഉള്ളിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ രാധ വന്നിട്ട് വിശ്വത്തോട് പറയുന്നുണ്ട്, വിശ്വേട്ടന് ഈ ഓട്ടോ ഓടിക്കാൻ പഠിച്ചൂടെ? ഞാൻ പഠിപ്പിക്കാലോ. അത് ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുലുക്കുണ്ടല്ലോ, അത് ഓടിക്കുമ്പോൾ വല്ലാത്തൊരു പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ശ്രീജ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന വേദ, വിശ്വേട്ട ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, അവൾക്ക് വിശ്വേട്ടൻ്റെ CV ഞാൻ അയച്ചിരുന്നു. അധികം വൈകാതെ തന്നെ ജോലി ശരിയാവും. അപ്പൊ ശ്രീജയ്ക്കൊക്കെ സന്തോഷാവുന്നുണ്ട്. അല്ല, എന്ത് ജോലിയാണെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് ചായയുമായിട്ട് വരുന്നുണ്ട്. എന്ത് ജോലിയാണെങ്കിലും ചെയ്യണം, അതാണ് എന്ന് പറയാട്ടോ വിശ്വം. അങ്ങനെ രാധ തയ്പ്പിച്ചിട്ടുള്ള ഒരു ചുരിദാറുമായിട്ട് നന്ദിനിയുടെ അടുത്ത് ചെല്ലാണ്. ഇതാ നന്ദിനി അടുത്ത്, ഞാനത് വാങ്ങി. അയ്യോ, ഞാൻ വിചാരിച്ചു രാധ ഇത് മറന്നു കാണുമെന്ന്. നിന്നെ പോലെ ഒരു കുട്ടിയായിരുന്നു വിക്രമിന് കൂട്ടായി കിട്ടേണ്ടിയിരുന്നത്. അതേ ഉള്ളൂ നന്ദിനി അടുത്തേക്ക് ഒരു സങ്കടം എന്ന് പറയുമ്പോൾ വേദ മുഖം കൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ കമല എല്ലാവർക്കും ചായ കൊടുക്കാണ് കേട്ടോ. ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, ഇനി നീ വരുമ്പോൾ മരപ്പട്ടിക്കുള്ള വിഷം കൊണ്ടുവരണം. ഓടിട്ട വീടായതുകൊണ്ടാവും ഒരു മരപ്പട്ടി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് വേദയെ നോക്കി നന്ദിനി പറയാണേ. ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, വിദ്യാഭ്യാസം ഇല്ലെന്ന് വെച്ച് എന്തെങ്കിലും പൊട്ടത്തരം പറയാതെ നന്ദിനി അടുത്തി. അങ്ങനെ കൊന്നാലേ 1,00,000 രൂപ പിഴയും 3 വർഷം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും. അതെ, അകത്ത് കിടക്കുമ്പോഴേ ദിവസം ഇങ്ങനെ കുശുമ്പ് പറയാന് ഈ പെണ്ണിനെ കാണാനും ഒന്നും പറ്റില്ല എന്ന് പറയാട്ടോ വേദ. നീ ഒന്ന് മതിയാക്ക് നന്ദിനി, നീ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചായ കൊടുക്കുമ്പോൾ ചായ എന്ന് പറഞ്ഞിട്ടാട്ടോ നന്ദിനി വാങ്ങി കുടിക്കുന്നത്. ഇതാ മോളെ എന്ന് പറഞ്ഞിട്ട് വേദയ്ക്കും കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു കപ്പ് കാണുമ്പോൾ ഇതാർക്കാമേ? വിക്രമിനാണോ? അല്ല മോളെ, അച്ഛനാ. എങ്കിലത് വിക്രമിന് കൊടുക്കാം. അത് വേണ്ട, അവനെ ഓർക്കത്ത് നിന്ന് ലച്ചുണർത്തിയാൽ വളരെ ദേഷ്യമാണ് എന്ന് പറയാട്ടോ കമല. അപ്പൊ അത് രാധ പോയി എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. രാധേ, എന്നോടാ പറഞ്ഞത് അവന് വളരെ ദേഷ്യമായിരിക്കുമെന്ന്. അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം എന്ന്. അതിങ്ങ് തന്നേക്കെന്ന് പറയട്ടോ വേദ. ഒരു ചായ വിക്രമേട്ടന് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് വിചാരിച്ച് എന്ത് പറ്റാനാ വേദേ? മുമ്പും ഞാൻ കൊടുത്തിട്ടുള്ളതാണല്ലോ. പഴയ ശീലങ്ങൾ ഇനി മാറ്റുന്നതാ നല്ലത്. ഇങ്ങത്താ എന്ന് പറഞ്ഞിട്ട് വേദ കൈ ഇങ്ങനെ കാട്ടാണേ. അപ്പൊ നന്ദിനി പറയുന്നുണ്ട്, ഇതേ വേദ തന്നെ കൊടുത്തോട്ടെ, നീ അങ്ങ് കൊടുത്തേക്കിരാതെ. അപ്പൊ ശ്രീജ പറയുന്നുണ്ട്, എന്തിനാ നന്ദിനി? അവൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ ദേഷ്യപ്പെടുമെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ. അവൾക്ക് ചീത്ത കേട്ടോട്ടെന്നെ. അപ്പോഴേക്കും നമ്മുടെ രാധ കപ്പിലെ ചായ അങ്ങ് കുടിക്കാട്ടോ. പകുതി കുടിച്ചിട്ട് വേദയ്ക്ക് കൊടുക്കാണ്. ഇനി കൊണ്ടുപോയി കൊടുത്തോ. അപ്പോൾ തന്നെ വേദ അത് വാങ്ങി ദൂരേക്ക് കളയാണ് കേട്ടോ ചായ. എന്നിട്ട് ആ കപ്പ് അവിടെ വെച്ചിട്ട് വേദയുടെ കയ്യിലുണ്ടായിരുന്ന ചായയുമായിട്ട് വിക്രമിന്റെ അടുത്തേക്ക് പോവാണേ. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മോളെ ചായ അവിടെ വെച്ചാ മതി, അവനെ വിളിച്ചുണർത്തണ്ട എന്ന് പറയുന്നുണ്ട്. അവള് വിളിക്കട്ടെ അമ്മേ, 4 ചീത്ത അവള് കേൾക്കട്ടെ. അങ്ങനെയൊക്കെയല്ലേ അത് ശീലാവുന്നതെന്ന് നന്ദിനി പറയാൻ കേട്ടോ കമലയോട്. അങ്ങനെ നമ്മുടെ വേദ ഉറങ്ങിക്കിടക്കുന്ന വിക്രത്തെ പോയി ഉണർത്തുകയാണ് കേട്ടോ. വിക്രം ആരാടിത്? അടിച്ച് ഷേപ്പ് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എണീക്കുന്നത്. അപ്പോൾ കുറച്ചു നാൾ മുന്നേ കഴിഞ്ഞത് ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ വിക്രം. തെറി വിളിച്ചപ്പോൾ വേദ തിരിച്ച് നന്നായിട്ട് തെറി പറയുന്നത് രാധയും കമലയും നന്ദിനിയൊക്കെ ഇപ്പൊ തന്നെ വേദയ്ക്ക് നല്ല ചീത്തയായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ നിൽക്കാണ് കേട്ടോ. അല്ല, വഴക്കും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് കമല പറയുമ്പോൾ നന്ദിനിയൊക്കെ അത് കേൾക്കാനായിട്ട് നിൽക്കാട്ടോ. അല്ല, എന്തോ ഷേപ്പ് മാറ്റുമെന്നൊക്കെ പറഞ്ഞില്ലേ? ഏയ് അതൊന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ എന്ന് പറയട്ടോ വിക്രം. ഇതാ ചായ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുത്തിട്ട് വേദ അങ്ങ് പോവാണേ. അപ്പോൾ വേദ പുറത്തേക്ക് വരുന്ന കണ്ടിട്ട് കമല ചോദിക്കുന്നുണ്ട്, അവൻ വഴക്കൊന്നും പറഞ്ഞില്ലേ മോളെ? സാധാരണ അവൻ വഴക്ക് പറയേണ്ടതാണ് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ചായ കുടിച്ചിട്ട് ഗ്ലാസ് കഴുകി അവിടെ വെച്ചോളാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാവു എൻ്റെ ഈശ്വര, എൻ്റെ മോന് നല്ല ബുദ്ധി തോന്നി തുടങ്ങി എന്ന് പറയാട്ടോ കമല.